ശ്രീകുമാർ സാർ, സമയം വളരെ പരിമിതമാണ്. ഇവിടെ വിമർശിക്കുന്നവരെ വിവരദോഷികളാക്കുന്നു. പിണറായി അനിഷേധ്യനായിട്ടുള്ള നേതാവാണ് എന്ന ഒരു പ്രഖ്യാപനമായിരിക്കുമോ ഈ 5 ദിവസത്തെ മാരത്തോൺ ചർച്ചയ്ക്ക് ശേഷം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക? അങ്ങനെയല്ലേ സാധാരണ സംഭവിക്കാറുള്ളത്? അതിലൊരു മാറ്റം പ്രതീക്ഷിക്കാമോ? എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? അല്ല, അവർ എന്തെങ്കിലും ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചേക്കും. കാരണം ജനങ്ങളെ ഒന്ന് പാർട്ടി പ്രവർത്തകരെ ബോധ്യപ്പെടുത്താനായിട്ട്. ഇപ്പം പാർട്ടി സർക്കാർ ഏകോപന സമിതിയെന്നോ അല്ലെ പാർട്ടി സർക്കാർ ഏകോപനം ഉണ്ടായില്ലെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ കൊണ്ടുവരും. പക്ഷേ ഇതിൽ അടിസ്ഥാനപരമായിട്ടൊരു കാര്യം, ഇവിടെ CPI എന്ന സംഘടന അവർ വളരുന്നില്ല. കഴിഞ്ഞ 8 വർഷമായിട്ട് CPIക്ക് വളർച്ച ഉണ്ടാകുന്നില്ല. അവർ ഭരണതലത്തിലുണ്ട് എന്നുള്ള ശരി തന്നെയാണെങ്കിലും അവർ പ്രാദേശിക തലത്തിൽ CPI മന്ത്രിമാരുണ്ടെങ്കിലും കാര്യങ്ങൾ നടത്തുന്ന CPMകാരാണ്. അപ്പോൾ പാർട്ടി വളരുന്നില്ല എന്ന് തോന്നിയുകൊണ്ടാണ് കാനം രാജേന്ദ്രൻ 2021 ഈ ഇടതുപക്ഷ മുന്നണിക്ക് തുടർഭരണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ഒരു അഭിപ്രായത്തിലേക്ക് അദ്ദേഹം എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ LDF എന്ന് പറയുന്ന സംവിധാനം ഇന്നില്ല. അത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കണം. അതിൻ്റെ കൺവീനറെ EP ജയരാജൻ അദ്ദേഹം ഒരു കാര്യവും പറയാറില്ലെന്ന് നമുക്കിപ്പോൾ അറിയാവുന്ന കാര്യമാണല്ലോ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞ കോൺഗ്രസിൽ അടിയുണ്ടെന്നുള്ള സത്യമാണ്. തൃശ്ശൂർ അടിയുണ്ടായത് തെരഞ്ഞെടുപ്പിൻ്റെ പേരിലല്ല, അത് വേറെ ചില കാര്യങ്ങളുടെ പേരിലാണ്. പക്ഷെ നടപടിയെടുത്തു. പ്രസിഡന്റും UDF കൺവീനറും അവിടുത്തെ ജില്ലാ ചെയർമാനും രാജിവെച്ചു. ആ പാർട്ടിയുടെ വഴിക്ക് പോകുന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ ഇതിലിപ്പോൾ ജില്ലാ കൗൺസിലുകളിൽ CPI ഉണ്ടാകുന്ന വിമർശനം നോക്കണം. അത് CPI ജില്ലാ കൗൺസിലുകൾ വഴി വിമർശിക്കുകയാണോ എന്ന് നമുക്കറിയില്ല. കാരണം അങ്ങനെ ഒരു സൂത്രം ഉണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യം, CPM ഭയന്നു എന്നുള്ളത് സത്യമല്ലേ ഷാനിൽ നമ്പ്യാർ? CPM ഭയന്നതിൻ്റെ തെളിവാണ് 2 രാജ്യസഭാ സീറ്റുകൾ അവർ അടിയറ വെച്ചത്. ഒന്ന് കേരള കോൺഗ്രസിനും ഒന്ന് CPIക്കും. ആ ഭയം അവരെ ബാധിച്ചതിൻ്റെ കാരണം എന്താണ്? ഈ തോൽവിയാണ്. അപ്പോൾ ഭയന്നു എന്നുള്ള സത്യമാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ മുന്നണി യോഗത്തിൽ ഒരു കാര്യം പറഞ്ഞു എന്ന് കേട്ടു. എന്താണ്? ഇനിയുള്ള രാജ്യസഭാ സീറ്റ് റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ കൊടുക്കാമെന്ന്. കാരണം അത് RJD നിലനിർത്താനാണ്. RJD പോകുമെന്നുള്ള ഭയം കൊണ്ടാണ്. എന്ത് റൊട്ടേഷൻ? ഇവരാണോ തീരുമാനിക്കുന്ന അടുത്ത കൊല്ലം അടുത്ത ടേമിൽ ഇവർ അധികാരത്തിൽ വരുന്നുള്ളത്? അപ്പോൾ അവിടെ എന്ത് റൊട്ടേഷനാണുള്ളത്? അപ്പോൾ പാർട്ടി ഭയന്നു എന്നുള്ളത് വളരെ സത്യമാണ്. കാരണം 2 രാജ്യസഭാ സീറ്റ് പോയത് നിസ്സാര കാര്യമാണോ? CPMനെ സംബന്ധിച്ചിടത്തോളം 2 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് സ്ഥിരമായി കേന്ദ്ര കമ്മിറ്റിയിൽ പോകാനുള്ള അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയിൽ പോകാനുള്ള അവസരമൊക്കെ നിഷേധിക്കപ്പെടുകയാണ് അവിടെ. രാഷ്ട്രീയ കക്ഷികളിലെ അങ്ങനെ സംവിധാനം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാർട്ടി ഭയന്നിരിക്കുന്നു. അപ്പൊ പ്രവർത്തകർ ഇടഞ്ഞിരിക്കുന്നു. അവരെ സമാധാനിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു നടപടിക്രമം ഈ പാർട്ടി മുന്നോട്ട് വെക്കും എന്ന് തന്നെയാണ് കരുതുന്നതിൽ. അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ നിന്നും പ്രവർത്തകർ വീണ്ടും പിന്നാക്കാൻ പോകുന്നു. മാത്രമല്ല, പോരാളി ഷാജിമാർ കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അവർ കടന്നാക്രമിക്കുകയും ചെയ്യും. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ പിണറായിക്ക് ഒരു പ്രഹരം നൽകിയിട്ടുണ്ട്. പക്ഷേ പിണറായിയെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ പിണറായിക്കെതിരെ സംസാരിക്കാൻ കെൽപ്പുള്ള ആരെങ്കിലും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ സംസ്ഥാന സമിതി യോഗത്തിലോ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.